നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ചോക്ലേറ്റ് കഴിക്കാത്തവരാരും തന്നെ ഇല്ലല്ലോ. ചോക്ലേറ്റിന്റെ കഥ നമുക്ക് കേട്ടാലോ. കൊക്കോ മരത്തിന്റെ കായിൽ നിന്നാണ് ലഭിക്കുന്ന വിത്തുകൾ ഉപയോഗിച്ചാണ് പ്രത്യേക പാനീയം ഉണ്ടാക്കിയിരുന്നത്. അതാണ് ചോക്ലേറ്റിന്റെ തുടക്കം. കൊക്കോ മരം ആദ്യം വളർന്നത് മഴക്കാടുകളിലായിരുന്നു. കൊക്കോ വിത്തുകളെ വളരെ വിലപ്പെട്ടതായാണ് കണ്ടിരുന്നത്. അന്ന് ചോക്ലേറ്റ് ഇന്ന് നമ്മൾ കഴിക്കുന്ന പോലെ മധുരമുള്ളതായിരുന്നില്ല. കൊക്കോ വിത്തുകൾ അരച്ച് വെള്ളവും സുഗന്ധവ്യഞ്ജനങ്ങളും ചേർത്ത് കയ്പുള്ള ഒരു പാനീയം ഉണ്ടാക്കുമായിരുന്നു. പിന്നീട് 16-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അവിടെ ആളുകൾ പഞ്ചസാര ചേർത്ത് മധുരമുള്ള ചോക്ലേറ്റ് പാനീയം ഉണ്ടാക്കാൻ തുടങ്ങി. 19-ാം നൂറ്റാണ്ടിൽ ചോക്ലേറ്റ് നിർമ്മാണത്തിന് വലിയ മാറ്റങ്ങൾ വന്നു. കൊക്കോ, ബട്ടർ, പഞ്ചസാര, പാൽ എന്നിവ ചേർത്ത് ഇന്ന് കാണുന്ന ചോക്ലേറ്റ് ബാറുകൾ നിർമ്മിക്കാനായിട്ട്. ചോക്ലേറ്റ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ ഭക്ഷണങ്ങളിലൊന്നാണ്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മധുര പലഹാരം പല രൂപത്തിലാണ് ലഭിക്കുന്നത്. മിൽക്ക് ചോക്ലേറ്റ് പാൽ ചേർത്ത് നിർമ്മിക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് കൂടുതൽ കൊക്കോ അടങ്ങിയിരിക്കും. വൈറ്റ് ചോക്ലേറ്റ് കൊക്കോ, ബട്ടർ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. ചോക്ലേറ്റിന്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഊർജ്ജം നൽകുന്നു, മനസ്സിന് സന്തോഷം നൽകാൻ സഹായിക്കുന്നു. ഡാർക്ക് ചോക്ലേറ്റ് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഒരു കൊക്കോ മരത്തിന് ഫലം നൽകാൻ ഏകദേശം 3 മുതൽ 5 വർഷം വരെ എടുക്കും. കൊക്കോ കായകൾ പാകമായാൽ അവ പറിച്ചെടുത്ത് അതിനുള്ളിലെ കൊക്കോ വിത്തുകൾ പുറത്തെടുത്ത് ഉണക്കുന്നു. പിന്നീട് അവ വറുത്ത് പൊടിച്ച് കൊക്കോ പൗഡറും കൊക്കോ ബട്ടറും ഉണ്ടാക്കുന്നു. കൊക്കോ കായകൾ ശേഖരിക്കുന്നു, വിത്തുകൾ ഉണക്കുന്നു, വിത്തുകൾ വറക്കുന്നു, കൊക്കോ പേസ്റ്റ് ആക്കുന്നു, പഞ്ചസാര, പാൽ എന്നിവ ചേർക്കുന്നു. മോൾഡുകളിൽ ഒഴിച്ച് ചോക്ലേറ്റ് തയ്യാറാക്കുന്നു. ഇന്ന് ചോക്ലേറ്റ് ലോകമെമ്പാടും വിൽക്കപ്പെടുന്നു. ജന്മദിനങ്ങൾ, ആഘോഷങ്ങൾ, സമ്മാനങ്ങൾ എന്നിവയ്ക്ക് ചോക്ലേറ്റ് പ്രത്യേക സ്ഥാനമുണ്ട്. ഒരു ചോക്ലേറ്റ് ബാർ ഉണ്ടാക്കാൻ പല കൊക്കോ കായകളിലെ വിത്തുകൾ ആവശ്യമാണ്. അതിനാൽ ഓരോ ചോക്ലേറ്റിനെയും പിന്നെ കർഷകരുടെ വലിയ പരിശ്രമമുണ്ട്. കൊക്കോ മരത്തിലെ കായയിൽ നിന്ന് എങ്ങനെ രുചികരമായ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നു? ചോക്ലേറ്റിന്റെ ചരിത്രവും നിർമ്മാണ രീതിയും രസകരമായ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അപ്പോൾ ചോക്ലേറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൊക്കോ മരം 100 വർഷം വരെ ജീവിച്ചേക്കാം. ലോകത്ത് ഓരോ വർഷവും കോടിക്കണക്കിന് ടൺ ചോക്ലേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. ചോക്ലേറ്റ് ആദ്യം ഒരു പാനീയമായിരുന്നു, പിന്നീട് മാത്രമാണ് ബാറുകളുടെ രൂപത്തിൽ ലഭിക്കാൻ തുടങ്ങിയത്. നമസ്കാരം. പ്രത്യേക ദിവസങ്ങളെ ചോക്ലേറ്റ് കഴിക്കാത്തവരാരും തന്നെ ഇല്ലല്ലോ. ചോക്ലേറ്റ് രുചികരമാണെങ്കിൽ അമിതമായി കഴിക്കുന്ന മരത്തിന്റെ കായൽ നിന്നാണ്. അതിനാൽ മിതമായ വിത്തുകൾ ഉപയോഗിച്ചാണ് ഒരു ചെറിയ പാനീയം ഉണ്ടാക്കിയ അതാണ് യാത്രയാണ് എന്ന് ലോകമെമ്പാടും പ്രിയപ്പെട്ട ചോക്ലേറ്റ് മാറിയത്. കർഷകരുടെയും മഴക്കാലത്തിലും ചേർന്നാണ് ഈ മധുര അത്ഭുതം. കൊക്കോ വിത്തുകളെ വളരെ വിലപ്പെട്ടതായാണ് കണ്ടിരുന്നത്. അന്ന് ചോക്ലേറ്റ് നിർമ്മാണത്തിന് ഇന്ന് നമ്മൾ കഴിക്കുന്ന പോലെ ശരിയായ രീതിയിൽ ചൂടാക്കുക, സുഗന്ധവ്യഞ്ജനങ്ങൾ കയ്പുള്ള ഒരു ചെറിയ കൊക്കോ വിത്തിൽ നിന്ന് ആരംഭിച്ചു. പിന്നീട് 16-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അവിടെ ആളുകൾ പഞ്ചസാര പരിശ്രമമുള്ള ചോക്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അത്ഭുതമാണ്. 19-ാം നൂറ്റാണ്ടിൽ ചോക്ലേറ്റ് നിർമ്മാണത്തിൽ എല്ലാം നല്ലതാണ്. ചോക്ലേറ്റ് നമ്മൾ കഴിക്കുമ്പോൾ നല്ല പഞ്ചസാര, പാൽ എല്ലാം ഉണ്ട്. ഇന്ന് കൂടുതൽ ചോക്ലേറ്റ് ശരീരഭാരം വർദ്ധിക്കും. ചോക്ലേറ്റ് ലോകത്തിലെ ഏറ്റവും പ്രിയമായ ഭക്ഷണങ്ങൾ. പല്ലിന് കേടുവരാം. പഞ്ചസാര പോലെ ഇഷ്ടപ്പെടുന്ന കൂടുതൽ പല രൂപത്തിലാണ് കേടിന് കാരണമാകും. മിൽക്ക് ചോക്ലേറ്റ് പാൽ ചേർത്ത് നിർമ്മിക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് കൂടുതൽ പഞ്ചസാരയുടെ അളവ് ഉയർത്തും. അതുപോലെ ഉറക്കക്കുറവ്, ചോക്ലേറ്റിന്റെ കഫീന്. ചോക്ലേറ്റിന്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഊർജ്ജം നൽകുന്ന ഉറക്കത്തെ ബാധിക്കും. ചോക്ലേറ്റ് പൂർണ്ണമായി ഒഴിവാക്കേണ്ടത് പ്രത്യേകിച്ച് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് ഒരു കൊക്കോ കഴിക്കുന്നതാണ് നല്ലത്. ഏകദേശം 3 മുതൽ 5 വർഷം മിതമായിട്ട് കഴിക്കുക. ഒന്നും അമിതമായകൾ പാകമായിട്ട് അവ പറിച്ചെടുത്ത് അതിനുള്ളിലെ കൊക്കോ എല്ലാവർക്കും ഇഷ്ടമായോ ഉണക്കുന്നു. പിന്നീട് അവ കൊക്കോ ബട്ടറും ഉണ്ടാക്കുന്നു. കൊക്കോ കായകൾ